അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നീറ്റ് പി ജി സ്റ്റോറിനെ കുറിച്ചാണ് കേട്ടോ. പല ആളുകൾക്കും അറിയുന്നുണ്ടാവും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തോന്നുന്നു ഈ 2 മാസത്തിന് എന്തായാലും വീഡിയോസ് കുറവായിരിക്കും. നീറ്റ് പി ജി എൻട്രൻസ് പ്രിപ്പറേഷനാണ്. നീറ്റ് പി ജി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. അതായത് MBBS കഴിഞ്ഞ് അതിനുശേഷം MD അല്ലെങ്കിൽ MS സ്പെഷ്യാലിറ്റി എടുക്കാനുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് നീറ്റ് പി ജി. അതിൻ്റെ പോലുള്ള നീറ്റ് യുജിനെ പോലത്തുള്ള എക്സാം തന്നെയാണ്. അതായത് MBBS കിട്ടാൻ വേണ്ടിയുള്ള നീറ്റ് യുജിനെ പോലുള്ളൊരു എക്സാം തന്നെയാണ് നീറ്റ് പി ജി. അപ്പോൾ നീറ്റ് പി ജി എനിക്ക് ഒരു 2.5 ലക്ഷം ആളുകളാണ് എക്സാം എഴുതുന്നത്. അൽഹംദുലില്ലാ ഇന്ന് ഈ നീറ്റ് പി ജി 2025 നല്ലൊരു റാങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ബ്രാഞ്ചുകളെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ റാങ്ക് ലാസ്റ്റ് പറയാം ഈ വീഡിയോയുടെ. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയായിരുന്നു ഞാൻ പ്രിപ്പറേഷൻ സമയത്ത് ചെയ്തിരുന്നത്, എന്തൊക്കെയായിരുന്നു വീഴ്ചകൾ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യമേ ഈ എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് ധാരാളം പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ കുടുംബക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പരിചയപ്പെട്ട ആളുകളായിക്കോട്ടെ, ധാരാളം പേര്, ഈവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓൾസോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഒരു നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി പറയാം, അതായത് നീറ്റ് പി ജിയുടെ സ്റ്റോറി. നീറ്റ് പി ജിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് തന്നെ ഈ ഹൗസ് ഏജൻസി കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിൻ്റെ സമയത്തൊക്കെ പി ജി ചെയ്യണം എന്ന് എന്തായാലും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഞാനില്ല. ഞാൻ ഓൾറെഡി എക്സാം പാസ്സാവണം എന്നുള്ള രീതിയിലായിരുന്നു ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ പഠിച്ചിരുന്നത്. ഈവൻ ഹൗസ് ഏജൻസി സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പഠനത്തിനല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, എക്സ്പീരിയൻസ് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നമുക്ക് ആകെ പഠിക്കേണ്ടാത്തൊരു വർഷം എന്നുള്ളത് ഹൗസ് ഏജൻസി സമയത്താണ്. ആ സമയത്താണ് നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നതും അതുപോലെ എഴുതി പഠിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഈ ഹൗസ് ഏജൻസി സമയത്താണ്. ആ സമയത്താണ് മെജോറിറ്റി എല്ലാവരും ഈ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്, പി ജിക്ക് വേണ്ടി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഹൗസ് ഏജൻസി ഈ പ്രാവശ്യം ഒരു വർഷമെങ്കിലും ഒന്ന് നമുക്കിപ്പോൾ ഇത്രയും എല്ലാ പ്രാവശ്യം പഠിച്ചുകൊണ്ടിരിക്കല്ലേ, ഒരു പ്രാവശ്യം റെസ്റ്റ് എടുത്തിട്ട് മീൻസ് ഹൗസ് ഏജൻസി കഴിഞ്ഞ ശേഷം ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ എൻ്റെ ഹൗസ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2022 സാധാരണ ഈ ഹൗസ് ഏജൻസി സമയത്തൊന്നും എക്സാം എഴുതാനുള്ള, അതായത് നീറ്റ് പി ജി എൻട്രൻസ് എക്സാം എഴുതാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും അടുത്ത വർഷം എഴുതാം, അതായത് 2024 നീറ്റ് എഴുതാം എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു എക്സാമിന് നോട്ടീസ് വന്ന സമയത്ത് അതായത് നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോഴും നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞിട്ട് അവർ നോട്ടിഫിക്കേഷൻ വീണ്ടും തിരുത്തിയിട്ട് വന്നു. ഈ 6 മാസം നമ്മൾ ഹൗസ് ഏജൻസി കഴിഞ്ഞ ആളുകൾക്ക് എക്സാം എഴുതാം എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ എക്സാം ഡേറ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് ആ സമയത്ത് 6 മാസം ഹൗസ് ഏജൻസി കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും എഴുതാം എന്നുള്ള രീതിയിൽ വന്നു. എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ എന്നുള്ള രീതിയിൽ എഴുതാം. എന്താണ് എക്സാം എന്നുള്ളത്, പി ജി എൻട്രൻസ് എക്സാം എങ്ങനെയാണെന്നുള്ളതെങ്കിലും അറിഞ്ഞിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും എക്സാമിന് അപ്ലൈ ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കാരണം ഈ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ വന്നത് ലേറ്റ് ആയിട്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിലൊന്നും സെൻറ്റർ കിട്ടിയില്ല. കിട്ടിയത് ആന്ധ്രാപ്രദേശിലാണ്. ഈ കേരളത്തിന് പുറത്തൊക്കെ പോകുന്നത് നമ്മൾക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ എക്സാം എഴുതണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രയും ദൂരം പോയിട്ട് ഈ പഠിക്കാത്തൊരു എക്സാം എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും പോയി എഴുതാം, കാരണം അടുത്ത വർഷം നമുക്ക് എക്സാം എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ എക്സാമിന് പോയി. ആന്ധ്രാപ്രദേശിലൊക്കെ നമ്മൾ പോയി. ആന്ധ്രാപ്രദേശിൽ പോയി എക്സാം എഴുതിയ സമയത്ത് ഐ തിങ്ക് 2023 നീറ്റ് പി ജി അത്യാവശ്യം ഒരു എളുപ്പമുള്ള എക്സാം ആയിരുന്നു. കാരണം ഈവൻ പഠിക്കാതെ നമുക്ക് പോലും ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി മനസ്സിലായി പഠിച്ച ആൾക്ക് എന്തായാലും നല്ല റാങ്ക് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 227 എന്തോ മാർക്ക് വന്നു. അതായത് നമുക്ക് റീകോളിന്, അതായത് അവർ ആൻസർ കീ ഒന്നും പബ്ലിഷ് ചെയ്യില്ല, പക്ഷേ ഓൺലൈനായിട്ട് ഇത് കുട്ടികളെ ഓർത്ത് വെച്ചിട്ട് ഈ ടീച്ചേഴ്സിന് ഇതാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ റീകോളിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ റീകോളിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മാർക്ക് കിട്ടി. അതിന് കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല റാങ്ക്, ഒരു 70,000 അല്ലെങ്കിൽ 50,000 അടുത്തൊക്കെ റാങ്ക് ഉണ്ടായിരുന്നു. കാരണം നീറ്റ് യു ജിയിലാണെങ്കിലും ഞാൻ ഈ വിത്തിൻ ദ 1 ലാഖിനുള്ളിലാണ് ഞാൻ റാങ്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഈ നീറ്റ് പി ജിയുടെ റാങ്ക് ഒരു 60 അല്ലെങ്കിൽ 70,000 റാങ്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ മിനിമം ഒരു 50,000 റാങ്ക് കിട്ടായിരിക്കുന്നതായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നത്. റിസൾട്ട് 1 വീക്ക് കൊണ്ട് വന്നു. എനിക്ക് തോന്നുന്ന ലേബർ റൂമിലിരുന്നാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് നോക്കിയപ്പോൾ ആക്ച്വലി ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം 1,37,000 റാങ്ക് എന്താണ് എനിക്ക് വന്നത്. ഞാൻ വേണമെങ്കിൽ ഈ ഇതിൽ കൊടുക്കാം അതിൻ്റെ റിസൾട്ടിൻ്റെ എന്നുള്ളത്. ഈ റാങ്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മീൻസ് 1,00,000 റാങ്കൊക്കെ എന്ന് പറഞ്ഞാൽ
ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് വൈ ഒരു അമ്പരപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ എനിക്കത് മനസ്സിലായി എന്നുള്ളതാണ്. അതായത് അന്ന് എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിനടുത്ത ആളുകളെ എക്സാം എഴുതിയിട്ടുള്ളൂ. അതിൽ 1,37,000. അതായത് അത്രയും ബാക്കിലാണ് ഞാൻ എന്നുള്ള കാര്യം എനിക്ക് അന്ന് മനസ്സിലായി. ഈവൻ കുഴപ്പമില്ല, ഈ ഹൗസ് എൻസി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനായിട്ട് പഠിക്കാനായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ ഇതാക്കി. അങ്ങനെ നമ്മുടെ കോൺവക്കേഷൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈ ലാസ്റ്റാണ് ഇതാക്കുന്നത്. അങ്ങനെ ഇത് ഞാനിപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, വീട്ടിൽ നിന്ന് പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ, കാരണം എന്തായാലും ആളുകൾക്ക് വന്നിട്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം എന്നുള്ളതായിരുന്നു. ഞാൻ ഫേസ് ടു ഫേസ് അല്ല എടുത്തിരുന്നത്. അതായത് ക്ലാസ് പോയിട്ടുള്ള പഠിത്തമല്ല ഞാൻ ചെയ്തിരുന്നത്, ഓൺലൈനായിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കണം. അത് മറ്റേത് ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സിൽ പോയി ഉള്ളതാക്കില്ല. മറ്റേത് നമ്മൾ തന്നെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഹോസ്റ്റൽ ഏതെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഭാട്ടിയായിരുന്നു എടുത്തിരുന്നത്. ഭാട്ടിയ എന്ന് പറഞ്ഞാൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഭാട്ടിയ പ്ലസ് മാരോയുടെ ക്യൂ ബാങ്ക്, ഇത് രണ്ടും ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് ഈ PGയുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ്. അങ്ങനെ എക്സാം വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. എനിക്ക് തോന്നുന്നു August 1 ഹോസ്റ്റലിലോട്ട് പോയത്. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഭാട്ടിയയുടെ ഹോസ്റ്റലിൽ തന്നെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റിൽ. അപ്പോൾ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരു റൂം 2 പേരാണ്, അവിടെ സ്റ്റഡി ടേബിൾ ഉണ്ട്, പിന്നെ റീഡിംഗ് റൂം വേറെ ഉണ്ട്. റീഡിംഗ് റൂമിനും എല്ലാത്തിനും സെപ്പറേറ്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ റീഡിംഗ് റൂമിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ റൂമിലിരുന്ന് തന്നെ പഠിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇതുവരെ പഠിക്കാൻ ഒരു 1 ഇയർ നമ്മൾ പഠിക്കാതിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കാൻ വീണ്ടും ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പുഷെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുള്ളൂ എന്നൊരു കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ്. അതായത് ഇൻ കേസ് ഒരാളെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മയെങ്കിലും വിളിക്കാനുണ്ട്, അവിടെ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഷെഡ്യൂളൊക്കെ കറക്റ്റായിട്ട് പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ഇനി എവിടെ നിന്ന് കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ UG എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു 4 മാസം ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു. ആ സമയത്തുള്ള ഹോസ്റ്റൽ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഭയങ്കര നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇൻ കേസ് എനിക്ക് തോന്നുന്നു ആ ഒരു 4 മാസം ഞാനൊരു ഹോസ്റ്റലിൽ നിന്നുകൊണ്ടായിരിക്കാം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ എനിക്കൊരു എക്സാമിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞതും എനിക്ക് ഫസ്റ്റ് റിപ്പീറ്റ് തന്നെ ഈ MBBS എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അതായത് നമുക്ക് സാറിനോട് ഞങ്ങൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ FSR എന്ന് പറയും, സാറിനോട് എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഈ എക്സാം കഴിഞ്ഞ സമയത്ത് ഈ കോൺവക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ സാറിനോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് ഇങ്ങനെ ചോദിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ UG സ്റ്റുഡൻസ് ആണുള്ളത്, PGയുടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാറ് സമ്മതിക്കോ ഇല്ലേ, എന്തൊക്കെയാവും എന്നുള്ളത്. കാരണം നമ്മളെ കാര്യം ഏജ് കുറഞ്ഞ ആളുകളാണ് അവിടെ ഉള്ളത്. ഐ തിങ്ക് ഒരു 5 വയസ്സിൻ്റെ ഡിഫറൻസ് എന്തായാലും മിനിമം ഉണ്ടാവും അവർ നമ്മളെ ഒപ്പം ഉള്ള ആളുകൾ തമ്മിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ സാറിനോട് ചോദിക്കണം വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ചോദിച്ചു നോക്കാം, കാരണം നമ്മൾ ശ്രമിക്കാതിരിക്കാൻ പാടില്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സാറിനൊന്ന് വിളിച്ചു, സാറിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഏത് ഹോസ്റ്റലിൽ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. സാറ് എന്നോട് നേരിട്ട് വരാൻ പറഞ്ഞു, നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ. സാർ എന്നിട്ട് ഏത് ഹോസ്റ്റൽ അതിനോട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സമ്മതി ചെയ്ത് ഇതിങ്ങനെ ഒരു UG ഉള്ള കുട്ടികളല്ലേ ഉള്ളത്. അപ്പോൾ PGയുടെ എൻട്രൻസിൻ്റെ അതായത് വേണ്ടി പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ വലിയൊരു മൂത്ത ആളല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നില്ലേ, ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ സാറിനെ വന്ന് കണ്ട സമയത്ത് അപ്പത്തിന് സാർ പറഞ്ഞു ഏത് ഹോസ്റ്റലാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരുന്നത്. ഞാൻ ആക്ച്വലി അൽഹംദുലില്ലാ സാറ് അന്ന് ഹോസ്റ്റലിൽ നിൽക്കാൻ സമ്മതിച്ച് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ PG എൻട്രൻസിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈവൻ നമ്മളെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓൺലൈൻ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും കൂടുതൽ എന്നെ ഈ PG എൻട്രൻസിൽ സപ്പോർട്ട് ചെയ്ത ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതൊരു സാർ ഉണ്ടെന്നുണ്ടെങ്കിൽ FSR ആണ്. അവിടുത്തെ ടീച്ചേഴ്സാണ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ അവിടുത്തെ എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ PG എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത് യൂണിവേഴ്സലാണ്. അപ്പോൾ അങ്ങനെയാണ് ഹോസ്റ്റലിൽ പോയി. അങ്ങനെ നമ്മൾ ആഗസ്റ്റിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ ഞങ്ങളൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് എഴുതി നോക്കി എന്താണ് എൻ്റെ ലെവൽ എന്നറിയാൻ വേണ്ടിയിട്ട്. മോക്ക് ടെസ്റ്റ് എഴുതി നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 90 സംതിങ്, അതായത് 99 മാർക്സ് എന്ന് തോന്നുന്നു, അതായത് 800ൽ 99 മാർക്സ് എന്ന് തോന്നുന്നു വന്നത് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഈവൻ നീറ്റ് PG 2023 എനിക്ക് 220 സംതിങ് റാങ്ക് ഉണ്ടായിരുന്നു, റാങ്ക് അല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻട്രൻസ് പ്രിപ്പറേഷൻസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മാർക്ക് 99 അല്ലെങ്കിൽ 100 മാർക്സാണ്. അപ്പോൾ
എന്തായാലും എൻ്റെ ലെവൽ എനിക്ക് മനസ്സിലായി. അങ്ങനെ ആദ്യം തന്നെ എൻ്റെ ഇതെന്നുള്ളത് നവംബർ INECET വരുന്നുണ്ട്. INECET എന്ന് പറഞ്ഞാൽ എയിംസ് ആൻഡ് ജിപ്മർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടുള്ള PG എൻട്രൻസ് ആണ്. അപ്പോൾ അങ്ങനെ നവംബർ INECETൻ്റെ മുന്നേ അറ്റ്ലീസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യണം, അതായത് ഈ ക്ലാസ് കണ്ട് കംപ്ലീറ്റ് ചെയ്യണം, നോട്ട്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ആ ഒക്ടോബറിനുള്ളിൽ ഞാൻ അത് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നവംബർ INECET എഴുതി. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നവംബർ INECETൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. കാരണം എൻ്റെ നോട്ട്സ് പ്രിപ്പറേഷൻ മാത്രമേ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. 1,37,000 അറ്റ്ലീസ്റ്റ് ഈ INECET എക്സാമിന് ഇത് 2,00,000 ആളുകളൊന്നും എഴുതുന്നുണ്ടാവില്ല. ഒരു 80,000 അല്ലെങ്കിൽ 90,000 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ കുഴപ്പമില്ല, ഒന്നും കൂടി പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ആക്ച്വലി അൽഹംദുലില്ലാ ഒരു 14,000 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് എനിക്കുണ്ടായിരുന്നു INECET 2023 നവംബറിൽ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി പഠിച്ചാൽ റെഡിയാവും എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളിപ്പോൾ രണ്ടാമത് ഫസ്റ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ജനുവരി ആകുമ്പോഴത്തേനും ഫസ്റ്റ് റീഡിങ്ങിന് നമ്മൾ ഫസ്റ്റ് റീഡിങ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് രണ്ടാമത് വായിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയത്താണ്, അതായത് ജനുവരി ലാസ്റ്റ് ആയപ്പോഴാണ് മാർച്ചിൽ നടത്തിയിരുന്ന എക്സാം ജൂണിലോട്ട് മാറ്റി എന്നൊരു അനൗൺസ്മെൻറ്റ് അവർ നടത്തിയത്. ഞങ്ങൾ 2017 ബാച്ചിൽ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമും, അതായത് MBBS സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഒരു എക്സാമും കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് എന്നും നീട്ടിക്കൊണ്ടേ ഇരുന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ സ്റ്റോറിയൊക്കെ വേറെ ഉണ്ട്, ഞാൻ എന്തായാലും പറഞ്ഞ് നീട്ടിക്കുന്നില്ല. അങ്ങനെ എക്സാം ജൂണിലോട്ടാക്കിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, ഇനി നല്ലൊരു കുറച്ചും കൂടി നല്ല പഠിക്കാം, പക്ഷേ ഒന്ന് സ്ലോ ആവുന്നുള്ളൊരു മനസ്സ് വന്നു. അതായത് ജോലിക്ക് എന്തെങ്കിലും പോവാം എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് എന്തായാലും ഫിനാൻഷ്യലായിട്ട് നമ്മളൊരു മാർച്ച് വരെയുള്ളൊരു ഇതായിരുന്നു, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നത്. ബാക്കിയുള്ള മാസത്തിലോട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫിനാൻഷ്യലായിട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് സാറിനോട് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അങ്ങനെ ഫെബ്രുവരിയിൽ ജോലി സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ലാസ്റ്റ് വരെ ആയിരുന്നു ഞാൻ ജോലി എടുത്തിരുന്നത്. പിന്നെ 2 മാസം കറക്റ്റായിട്ടിരുന്ന് പഠിക്കാനുള്ള രീതിയായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ട്, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം ഉള്ള അത്രയും നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഡെയിലി എക്സാമും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ജൂണായി. ജൂൺ 23 ആയിരുന്നു എക്സാം പറഞ്ഞിരുന്നത്. അങ്ങനെ എക്സാം ഓക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ എഴുതാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. അന്ന് ജൂൺ 2022 നൈറ്റ് ഒരു 10 മണി വരെ ഇരുന്ന് പഠിച്ചു, ഇനി ഉറങ്ങാം. അന്ന് ഞാൻ എന്തോ സാധാരണ എല്ലാ ദിവസവും ഞാൻ ഫോൺ നോക്കിയിട്ടേ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് ഈ ഫോൺ നോക്കി ടൈം പോയാലെന്നുള്ള രീതിയിൽ അന്ന് ഫോൺ ഞാൻ നോക്കിയില്ല. അങ്ങനെ കിടന്നു. ഐ തിങ്ക് ഒരു 4:30 ആ സമയത്ത് എണീറ്റ് നിസ്കരിച്ച ശേഷമാണ് ഞാൻ ഫോൺ നോക്കുന്നത്. ഫോൺ നോക്കുന്ന സമയത്താണ് കുറേ മിസ് കോൾ വന്നിട്ടുണ്ട്. ഇത് എക്സാമിൻ്റെ ദിവസം രാവിലെയാണ് കേട്ടോ. കുറേ മിസ് കോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കിയ സമയത്ത് എക്സാം പോസ്റ്റ്പോണ്ട് പറഞ്ഞാണ്ടൊക്കെ മെസ്സേജ്. ഇത് ഈ പ്രാങ്ക് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പടച്ചു വിടുന്നതാണോ എന്നൊക്കെയാണ് ആദ്യം സംശയിച്ചു. പക്ഷേ എല്ലാ ഒഫീഷ്യൽ ചാനലുകളിലും എല്ലാത്തിലും വന്നിട്ടുണ്ട് എക്സാം പോസ്റ്റ്പോണ്ട് പറഞ്ഞാണ്ട്. മറ്റേ അന്ന് നീറ്റ് UGയുടെ എന്തൊക്കെ ഇഷ്യൂ നടക്കുന്ന കാരണം നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞാണ്ട് വന്ന്. ആക്ച്വലി അന്ന് ചെറുതായിട്ട് ഓക്കെ ഇന്നത്തോടു കൂടി എക്സാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ആസ്വദിക്കാമെന്നുള്ള രീതിയിൽ നിന്നിരുന്നു. എനിക്ക് വീണ്ടും ഇനി പഠിക്കണമല്ലോ എന്നുള്ളൊരവസ്ഥ വന്നു. പക്ഷേ അന്ന് എൻ്റെ വാർഡൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് നൈറ്റ് ഞാൻ അറിഞ്ഞിരുന്നു ഏത് എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളത്. പക്ഷേ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡിസ്റ്റർബ് ആക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പറയാതിരുന്നത്. എന്തായാലും അത് അന്ന് രാത്രി ആ സമയം വരെയെങ്കിലും പഠിച്ചല്ലോ എന്നുള്ള രീതിയിൽ അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ഐ തിങ്ക് ഒരു 10-11 മണി വരെ ഇരുന്നെങ്കിലും പഠിച്ചു. പിന്നെ എക്സാം നീട്ടി, അടുത്ത എക്സാം ഡേറ്റ് വരാനുള്ള സമയമായി. അങ്ങനെ വീണ്ടും ഓഗസ്റ്റ് 11 2024 നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷന് എഴുതി. എക്സ്പെക്ട് ചെയ്യുന്നത് അന്ന് ഞാൻ റീകോൾ കണ്ടു എക്സാം ഒരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത്. ഇത് ഞാൻ 2023 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 227 മാർക്സ് തന്നെ ആയിരുന്നു. അതിന് കറക്റ്റ് ആയിട്ടുള്ള റാങ്ക് വന്നു. റാങ്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്ത റാങ്ക് ഒന്നുമല്ല വന്നിട്ടുണ്ട്. പക്ഷേ 227 എന്നുള്ള മാർക്സ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ അതുപോലെ തന്നെ 2024 നീറ്റ് PG എഴുതിയ സമയത്ത് ഞാനും എന്തായാലും റീകോൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇനി അടുത്ത ഇതെന്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇതാക്കാലോ എന്നുള്ളത്. അതിന് മുമ്പ് വേറൊരു കാര്യമുള്ളത്, അത് നമുക്കിപ്പോൾ ഈ INECET എന്നുള്ള എക്സാം, അതായത് എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ വർഷത്തിൽ 2 പ്രാവശ്യം നടക്കും. അത് നവംബറിൽ ഒന്നാണ്, രണ്ടാമത്തുള്ളത് മെയ്യിലാണ്. അങ്ങനെ രണ്ടാമത്തെ മെയ് INECETയിൽ എനിക്ക് റാങ്ക് വന്നത്
13,000 റാങ്കാണ്. 13,000 റാങ്ക് വന്നു. അതായത് ഒരു 1000-ൻ്റെ ഒരു ഡിഫറൻസ് മുകളിലോട്ട് കയറ്റം. ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അൽഹംദുലില്ലാഹ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ എക്സാം, അതായത് നീറ്റ് PG 2024 റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. എക്സ്പെക്ട് ചെയ്തെന്നാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഒരു 155 ആൻസേഴ്സ് കറക്റ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിഞ്ഞ റാങ്ക് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ റാങ്ക്, അതായത് അന്ന് എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. പക്ഷേ 2024 നീറ്റ് അത്യാവശ്യം ടഫായിരുന്നു എക്സാം. അതുകൊണ്ട് തന്നെ ഒരു 3,000 അല്ലെങ്കിൽ 5,000 റാങ്കെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ എക്സ്പെക്ട് ചെയ്ത റാങ്ക് അല്ല വന്നത്, എക്സ്പെക്ട് ചെയ്ത മാർക്കും അല്ല വന്നത് എന്നുള്ളതാണ്. റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 154 കറക്റ്റ്സ് ഉള്ളത് 144 കറക്റ്റ്സ് ആയിട്ട് 10 ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു 5,000 റാങ്ക് പ്രതീക്ഷിച്ച് എനിക്ക് റാങ്ക് വന്നത് 20,405 എന്നുള്ള റാങ്കായിരുന്നു. ആ സമയത്ത് എന്താ, ഞാൻ ആക്ച്വലി ആ റാങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, അതിലും PG സീറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ തന്നെ സീറ്റ്സ് കിട്ടും. അതായത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ബ്രാഞ്ചുകളോ ചില ബ്രാഞ്ചുകളൊന്നും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇപ്രാവശ്യം തന്നെ കയറണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ജസ്റ്റ് ഒരു വർഷമല്ലേ ഇരുന്നിട്ടുള്ളൂ, അതായത് ഒരു വർഷം കൂടി ഒന്ന് ശ്രമിച്ച് നോക്കാം. കാരണം പിന്നീട് എനിക്കൊരു റിഗ്രറ്റ് വരാൻ പാടില്ല. അന്ന് നമുക്ക് ഇഷ്ടമുള്ള PG, അതായത് കിട്ടിയ PGക്ക് പോയിട്ട് പിന്നെ രണ്ടാമതും മീൻസ് ഒരു വർഷം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ഇതിപ്പോൾ ഫ്രണ്ട്സൊക്കെ നല്ല റാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകും. അവരെ പോലെ നമുക്കൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടിയായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നില്ല. റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം കൂടി ചെയ്യാമെന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ നവംബർ INICET, നവംബറും ഈ 2024 നവംബർ INICET ഉണ്ടല്ലോ, അതാണ് INICET എന്നത് എയിംസിൻ്റെ എക്സാമിനേഷൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു മാസം പ്രിപ്പയർ ചെയ്തു. അൽഹംദുലില്ലാഹ് അന്നും ഞാൻ ഹോസ്റ്റലിൽ സെയിം ആണ് കേട്ടോ, അന്ന് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിച്ചിരുന്നത്. എൻ്റെ താഴ്ചയിലും ഉയർച്ചയിലും സപ്പോർട്ട് ചെയ്തൊരു സ്ഥാപനം അല്ലെങ്കിൽ എൻ്റെ ഒരു സാറുണ്ടെന്നുണ്ടെങ്കിൽ അത് AF സാറാണ്. അള്ളാഹു ആരോഗ്യത്തോടും ആരോഗ്യത്തോടും കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ എക്സാം എഴുതി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5,000 എക്സ്പെക്ട് ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്ത റാങ്കൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈവൻ നീറ്റ് UGയിൽ കുഴപ്പമില്ല, എക്സ്പെക്ട് ചെയ്ത റാങ്ക് കിട്ടി. പക്ഷേ നീറ്റ് PGയുടെ എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ INICET എക്സാമിനേഷൻ ആയിക്കോട്ടെ, എക്സ്പെക്ട് ചെയ്ത ഒരു റാങ്കും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് 12,000 റാങ്കാണ്. അതായത് ആദ്യത്തെ INICET 14,000, പിന്നെ 13,000, പിന്നെ 12,000. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഓരോ വർഷം ആളുകൾ വ്യത്യാസമുണ്ട്, എക്സാം എഴുതുന്ന ആളുകൾ വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ ഓരോ 1000 റാങ്കിൻ്റെ ചേഞ്ചസ് ആണ് വന്നിരുന്നത്. കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹു എന്തെങ്കിലും ഒരു ഹൈർ നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ നിന്നു. ഇനി ഒരു ബ്രേക്ക് എടുക്കാം, കാരണം നമ്മൾ ഇത്രയും ഒരു വർഷം എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കില്ല, ഒരു ബ്രേക്ക് എടുക്കാം, വർക്കിന് കയറാം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഒരു 3 മന്ത് അല്ലെങ്കിൽ 4 മന്ത് പഠിക്കാം എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഈവൻ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തും പഠിക്കാം എന്നുള്ളൊരു ഇതോടു കൂടിയാണ് ഞാൻ ഇതിന് നീറ്റ് PG 2025 പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ അതായത് വർക്കിന് കയറി ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അന്നാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നവംബർ INICET കഴിഞ്ഞ ശേഷമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യൂട്യൂബ് ചാനൽ അൽഹംദുലില്ലാഹ് എനിക്ക് നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇസ്ലാമിക് കാര്യങ്ങളിലായിട്ടും എനിക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി 2025 എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ 4 മന്ത് ഞാൻ വർക്ക് ചെയ്തു. അൽറഫ ക്ലിനിക്ക് വെട്ടത്തൂർ പെരിന്തൽമണ്ണ അവിടെ ഒരു ക്ലിനിക്കിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹവേഴ്സ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കൊരു മൂഡ് വരണ്ടേ എന്നുള്ള രീതിയിൽ എനിക്ക് പഠിക്കാനൊരു മൂഡോ അല്ലെങ്കിൽ ഇത് ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ഒരു വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, വീണ്ടും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ പഠിക്കുക, അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠിത്തമോ അല്ലെങ്കിൽ എക്സാമുകളോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ 4 മാസത്തിൽ. പിന്നെ എന്തായാലും അവിടുന്ന് കഴിഞ്ഞു ഒരു 2 മാസം, അതായത് ഞങ്ങൾക്ക് ജൂണിലായിരുന്നു എക്സാം പറഞ്ഞിരുന്നത്. ജൂണിൽ എക്സാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏപ്രിലിൽ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഏപ്രിലാണ് രണ്ടാമത് ഞാൻ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏപ്രിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു ട്രബിൾ ഉണ്ടായിരുന്നു. കാരണം ഈ 4 മാസം നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടാമത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മഞ്ചേരി ഭാട്ടിയ റീഡിംഗ് റൂമിൽ നിന്നായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ ഒരു മാസം ഉണ്ടായിരുന്നു. ഒരു മാസം അങ്ങനെ പഠിച്ചു. ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും മെയ് INICET വരുന്നത്. അതായത് 2025 മെയ് INICET, അതായത് എയിംസ് എൻട്രൻസ് എക്സാമിനേഷനാണ്.
അതിൽ എനിക്ക് ആ എൻട്രൻസ് എക്സാമിനേഷൻ എനിക്ക് ആദ്യമേ എക്സാം എഴുതിയപ്പോൾ തന്നെ അത് മൂഞ്ചി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈവൻ പഠനത്തിലോട്ടുള്ള ആവാത്തതിനുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു റാങ്കാണ് എനിക്ക് വന്നത്. അതായത് ഇതുവരെ എനിക്ക് ഈ എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഓരോ വർഷവും 1000ൻ്റെ റാങ്കിലെങ്കിലും എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് താഴെ പോയി എന്നുള്ളതാണ്. എനിക്ക് നീറ്റ് പി ജിയിൽ ഉണ്ടായിരുന്ന റാങ്ക് 20,405 ആയിരുന്ന റാങ്ക് വന്നത്. അത് ഒറ്റയടിക്ക് താഴെ 27,300 സംതിങ് എന്തോ ഒന്ന് റാങ്ക് വന്നത്, 27,000. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പഠനം തീരെ പ്രോപ്പർ അല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സാറിനോട് വിളിച്ച സമയത്ത് സാറിന് നീ പോരെ, ഇവിടെ നിന്ന് പഠിച്ചോ, എന്ത് സപ്പോർട്ടും നമ്മൾ തരാമെന്നുള്ളത് എന്തില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. ആ സമയത്ത് ഇത് പോകാൻ വേണ്ടിയിട്ടൊരു റീസൺ ഉണ്ടായിരുന്നു. കാരണം ജൂണിൽ എക്സാം നടത്തിയിരുന്ന എക്സാം വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു, ഓഗസ്റ്റിലോട്ടാക്കി. അങ്ങനെ ഓഗസ്റ്റിലോട്ട് അപ്പോൾ എന്തായാലും 1 മന്ത് ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ നല്ല രീതിയിൽ. അങ്ങനെ എനിക്ക് തോന്നുന്നു ജൂൺ 15 എന്താണ് ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്തുന്നത്. വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എക്സാം എഴുതാൻ പോയി. എനിക്ക് ധാരാളം പേര് അവിടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും +1-കാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും +2-കാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഇത്രയും ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ അവിടെ ഒരു പരിചയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫോ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ്സോ ആയിട്ടുള്ള പരിചയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ എന്നെ ഇപ്പോഴും അറിയുന്നുള്ളതാണ്. അതായത് പണ്ട് ഞാൻ അന്ന് പഠിച്ചിരുന്ന സമയത്തുള്ള ആളുകൾക്കും എന്നെ ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടെന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ പറയുന്നത് അങ്ങനെ എക്സാം എഴുതാൻ പോയി. എന്തായാലും എക്സാം കഴിഞ്ഞ വർഷത്തിനേക്കാളും എളുപ്പമായിരുന്നു എനിക്ക് എക്സാം വന്നിരുന്നത്. ഇങ്ങനെ തന്നെയായിരുന്നു ഇത് എക്സാം കഴിഞ്ഞ സമയത്ത് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ റീകോൾ നോക്കാൻ പോയില്ല, എന്തായിരിക്കും മാർക്സ് എന്നുള്ളത് നോക്കാൻ പോയില്ല. എന്തായാലും അന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഈ വർഷം എന്ത് റാങ്കാണെന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു നല്ല കയറണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ റിസൾട്ട് വന്നു. അൽഹംദുലില്ലാഹ് എനിക്ക് റാങ്ക് വന്നത് 14,616 റാങ്കാണ്. അൽഹംദുലില്ലാഹ് നല്ല റാങ്കാണ്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം 2 മാസം മുമ്പ് നടന്ന എക്സാമിൽ 27,000 റാങ്ക് നിന്ന് ഒരു 13,000ൻ്റെ റാങ്കിൻ്റെ ഡിഫറൻസ് എങ്കിലും എനിക്ക് ഒരു മാസം കൊണ്ട് വരുത്താൻ പറ്റിയെന്നുള്ളത് അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെ ഈ റാങ്കിന് ഇൻഷാ അല്ലാഹ് എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ബ്രാഞ്ചുകളും ഗവൺമെൻറ്റിലെ സീറ്റ് കിട്ടുന്നുള്ളതാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ അതാണ് എൻ്റെ നീറ്റ് പി ജി സ്റ്റോറി. ഇതിൽ മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടാൽ മനസ്സിലാവുന്നുള്ളതാണ്. ഇതാണ് എൻ്റെ സ്റ്റോറി ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഫർദർ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ അതുപോലെ ഇതിൽ എൻ്റെ നീറ്റ് പി ജി സ്ട്രാറ്റജി, അതായത് ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് പറഞ്ഞു തരാം. എനിക്ക് ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ഈ ഒരു 2 വർഷത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ എന്തൊക്കെ നമ്മൾ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ടാത്ത, എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യേണ്ടാത്തതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുവരെ അസ്സലാമു അലൈക്കും.